ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഒരു വേറെ ലെവൽ ട്രാവലിംഗ് വ്ളോഗാണ് ഗൈസ്. അപ്പോൾ നമ്മൾ തുഷാരഗിരി വരെ പോവാം. അപ്പം ഇത് കോഴിക്കോട് ജില്ലയിലാണ്. അപ്പോൾ എല്ലാം ഒന്ന് കാണിച്ചു തരാം. അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ രണ്ടാമത്തെ ട്രാവൽ വ്ളോഗ് കേട്ടോ ഈ ചാനലിൽ. അപ്പം സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഗൈസ്. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇവിടെ ഒന്ന് വന്ന് നോക്കി. ഇതിൻ്റെ ലൊക്കേഷനൊക്കെ ഞാൻ പറയുന്നുണ്ട് വീഡിയോയിൽ. അപ്പോൾ വീഡിയോ ഫുള്ള് കാണാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗൈസ്. അപ്പോൾ നമ്മൾ റോഡരികിലാട്ടോ. അപ്പം നേരെ വീഡിയോ ഇടുവാനോ പോകും. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി റോഡ്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളെ ലോറിയും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് ഹർത്താൽ കൊണ്ട് പീടിയൊന്നും പ്രത്യേകിച്ച് തുറന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്. നിനക്ക് വേണ്ടി പാടാം ആഫത്ത് വാപ്പസ് ലൈക്കം നൈസി വകഞ്ഞു മാറ്റി എന്നിലെ നന്മകൾ നീ മൂന്നാർ ജയ്സി വിമുഖം സുന്ദരം ലെബനോനിലെ ബീച്ച് ലൈസി ബി ഞാൻ ജയ്സി ആണെങ്കിൽ നീ എൻ്റെ ക്രൈസി ക്യൂൻ ബി. എന്തൊരു തണുപ്പ്. നമ്മൾ രാവിലെ തന്നെ പുറപ്പെട്ടാട്ടോ. അപ്പോൾ അവിടെ നല്ല എന്തോ ഒരു പള്ളിയോ അങ്ങനെ തോന്നുന്നുണ്ട്. പുരാണ് എന്തോ നമ്മൾ ഫാക്ടറി വരെ എന്തോന്നാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ നമ്മളിങ്ങനെ വീണ്ടും ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല സുഖമുണ്ട്, നല്ല തണുപ്പുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കുളിച്ച് മാറ്റി പുറപ്പെട്ടാണ് ഗൈസ്. അപ്പോൾ എന്തോ ഒരു നല്ല അടിപൊളി പച്ചപ്പൊക്കെ ഉണ്ട് ഗൈസ്. പൊളി വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗൈസ്. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ തുഷാരഗിരി കോഴിക്കോട് ജില്ലയിലെ വയനാട് എത്തണ്ട അതിന് മുമ്പുള്ളൊരു അവിടുന്ന് ഒരു വളവ് കഴിഞ്ഞിട്ട് അവിടുന്ന് തെറ്റലാണ്. അപ്പോൾ എല്ലാം നിങ്ങൾ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മളിവിടെയൊക്കെ നമ്മളെ ഡബ്ബർത്തോട്ടും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി തന്നെയാണ്. ഓക്കെ, ഇത് അടിപൊളിയായിട്ടുണ്ട്. ഇത് പൊരിൻ്റെ മുമ്പിലാണ്, വീടിൻ്റെ മുമ്പിലാന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് കേട്ടോ. ഇത് മൊത്താരലാണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ അവിടെ ചെറുങ്ങനെ അങ്ങാടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ചെറിയ അങ്ങാടികളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതാ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അടിപൊളി പള്ളിയൊക്കെ ഉണ്ട് ഇവിടെ. ഓക്കെ, നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഒരു അടിപൊളി വളവ്, നല്ല മണലൊക്കെ ഉണ്ട് കേട്ടോ. വലിയ അടിപൊളിയൊന്നും അല്ല, അങ്ങനെ അടിപൊളി വളവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ എല്ലാ റോഡും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അടിപൊളി. അത് അവിടുന്ന് സൈക്കിൾ റൈഡിങ്ങിനൊക്കെ പോയി കഴിഞ്ഞ് ഒന്നരൊക്കെ ഉണ്ട്. എന്നാൽ അവിടെ JCB മറ്റു കാര്യങ്ങൾ അടിപൊളി തന്നെയാണ് കേട്ടോ. ഓ മൈ ഗോഡ്, അടിപൊളി മരങ്ങളും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ തണൽ വണ്ടികളൊക്കെ നമ്മൾ കോഴിക്കോട് തന്നെ വരും കേട്ടോ. അപ്പോൾ അടിപൊളി തണലും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടാൻ അവിടെ അടിപൊളി മരങ്ങളൊക്കെ ഉണ്ട് വെറുതെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ യാത്ര ചെയ്യാണ്ട് വീണ്ടും. ഓക്കെ, നിനക്ക് വേണ്ടി പാടാം ആഫത്ത് വാപ്പസ് ലൈക്കം നൈസി വകഞ്ഞു മാറ്റി എന്നിലെ നന്മകൾ നീ മൂന്നാർ ജയ്സി വിമുഖം സുന്ദരം. അപ്പോൾ നമ്മളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ഇതാ ഇവിടെ ഒരു അടിപൊളി പള്ളി ഉണ്ട് കേട്ടോ. അതാ അടിപൊളി സൂപ്പർ നല്ല ഏകദേശം വലിയ വലിപ്പമുള്ള അടിപൊളി പള്ളിയാണ്. ദിസ് വണ്ടർഫുൾ ബ്ലോക്ക്. ലോറി 2 ബൈക്ക് കുടുങ്ങി കളിക്കുകയോ, ഇതാണ് പ്രശ്നം. പ്രത്യേകമായിട്ടുള്ള ഒരു അടിപൊളി പള്ളി ഞാൻ കാണിച്ച റൈസ്. 40 കോടി രൂപയുടെ പള്ളി അങ്ങ് കാണിച്ച റൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്. ഗൈസ്, ഇത് മൊത്തമായിട്ടാണ് കേട്ടോ. 40 കോടിയുടെ പള്ളി. അംബാനിൻ്റെ പോലെ 14 കോടിൻ്റെ. ഇത് 40 കോടിൻ്റെ പള്ളി. ഇതൊക്കെ അതിൽ ഉൾപ്പെട്ടിട്ടോ. ഇതിൻ്റെ പണി 70% മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. അതുകൊണ്ടാണ്. അപ്പം എന്നാലും ഉള്ളിലൊക്കെ കയറി കാണിച്ചു തരാം ഗൈസ്. ഇത് കോഴിക്കോട് നോളജ് സിറ്റി ആണ് കേട്ടോ. 40 കോടിയുടെ എല്ലാവരോടും ചോദിച്ചാൽ മനസ്സിലാകുന്നതാണ്. അപ്പോൾ അവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ പണി നടന്നില്ല കേട്ടോ. പണി 70% മാത്രമേ പൂർത്തിയായുള്ളൂ. എല്ലാം തന്നെ അടിപൊളിയാവും. വരുന്ന 2021 ആകുമ്പോൾ റെഡി ആകുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. സൂപ്പറാണ്. ഓ കണ്ടോ, അടിപൊളി. ഇത് മാത്രമല്ല കേട്ടോ, ഇനിയുണ്ട്, കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ അതിൽ ഉൾപ്പെടും കേട്ടോ. ഇതൊക്കെ 40 കോടിൻ്റെ ഉൾപ്പെടുന്ന നമ്മളെ പള്ളി തന്നെയാണ് കേട്ടോ. വണ്ടർഫുൾ, ബ്യൂട്ടിഫുൾ, അടിപൊളി തന്നെ, ഒന്നും പറയാനില്ല. ഇതൊന്നും കല്ലോ എന്തോ ഇഷ്ടിക കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ എന്തായാലും സൂപ്പറാണ് കേട്ടോ സംഭവം. അപ്പോൾ ഇവിടെ 1, 2, 3 അല്ല, ഇഷ്ടമാതിരി 10 പള്ളി. 10 10 ഉണ്ടാവും കണ്ടോ. അടിപൊളി. അവിടെയുണ്ട്, ഇവിടെയുണ്ട്, എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഓക്കെ, സൂപ്പർ തന്നെയാണ് കേട്ടോ. നോക്കിയേ, അടിപൊളിയല്ലേ എൻ്റെ മോനെ, മാഷാ അല്ലാ. പിന്നെ ഇവിടെ ഒരു അടിപൊളിയുണ്ട്. ഇത് നോളജ് സിറ്റിയാണ്. പൂർത്തിയായില്ല, ഞാൻ പറഞ്ഞപ്പോൾ തന്നെ 70-75% ആയിട്ടേ ഉള്ളൂ കേട്ടോ. 2021 ആകുമ്പോഴേക്ക് റെഡി ആവും വിചാരിക്കുന്നത്. അപ്പോൾ ഓക്കെ, നമ്മൾ തുഷാരഗിരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ് ഗൈസ്. അപ്പം നമ്മൾ ഈ വീഡിയോ നമ്മൾ ഈ പോകുന്നതിൻ്റെ ഇടയിലുള്ള നമ്മൾ നോളജ് സിറ്റിയാണ് നമ്മൾ കാണിച്ചത്. നമ്മൾ ഇത് അവിടുന്ന് യാത്രയാണ് ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്. സംസാരം നിനക്ക് വേണ്ടി പാടാം ആഫത്ത്
മാറ്റിയെന്നില്ല നന്മകൾ നീ മൂന്നാർ ജയ്സി വിമുഖം സുന്ദരം ലബ. പക്ഷെ നമ്മളിങ്ങനെ പെട്രോൾ പമ്പിലേക്കാട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ പെട്രോൾ വാങ്ങാൻ പോവുകയാണ് ഗൈസ്. അപ്പം എത്രക്കാന്നറിയില്ല. അപ്പം പെട്രോൾ അടിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഗൈസ് നമ്മൾ പെട്രോളൊക്കെ അടിച്ച് സെറ്റാണ്. അപ്പോൾ നമ്മളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെയും വീണ്ടും. അപ്പം ഇതാ അതിൻ്റെ ഇടയിലൊക്കെ അടിപൊളി പള്ളികളൊക്കെ ഉണ്ട് കേട്ടോ. സൂപ്പർ തന്നെയാണ്. അപ്പോൾ നല്ല അടിപൊളി റോഡാണ്. കൂടുതൽ ആൾക്കാർ പറയുന്നത് ഇതായി കൊറോണൻ്റെ മുമ്പ് ഇഷ്ടംമാതിരി ആൾക്കാർ ഇവിടെ വരലുണ്ടായി. കൊറോണ വന്നാലേ വിദേശത്തുള്ള ആൾക്കാരൊന്നും വരുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അടിപൊളിയായി. വിദേശത്തുള്ളവരൊക്കെ ഇത്രയും ദൂരം താണ്ടി ഇവിടെ എത്തുന്നേരം എന്തായാലും അതിൻ്റെ ഫീലിംഗ് കിട്ടുക എന്തായാലും നല്ലൊരു അടിപൊളി സ്ഥലം തന്നെ ആയിരിക്കും. ഓക്കെ, നിനക്ക് വേണ്ടി പാടാം വാപ്പസ് ലൈക്ക് നെയ്സി പകഞ്ഞു മാറ്റിയെന്നില്ല നന്മകൾ നീ മൂന്നാർ ജയ്സി വിമുഖം സുന്ദരം ലബനോനിലെ ബീച്ച് ലൈസി. അപ്പോൾ ഗൈസ് ഇവിടെ ഇഷ്ടംമാതിരി വണ്ടികളൊക്കെ എന്താ ആട്ടും ഇങ്ങോട്ട് ചീറിപ്പായുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിട്ട് കാര്യമില്ല ഗൈസ്. അപ്പോൾ റോഡ് തന്നെ ഇങ്ങനെ കാണിച്ചിട്ടും കാര്യമില്ല ഗൈസ്. നമുക്ക് അവിടെ എത്തിയിട്ടാണ് ഗൈസ്. നീ പറഞ്ഞില്ല ഒരിക്കലും പിരിയില്ല നന്ന അണ്ണിയിക്കാനില്ല വജ്രം പ്ലാറ്റിനം പൊന്ന് കലടിയിലുണ്ട് ചോർന്നു പോകാ തുറച്ച മണ്ണ് ആയിരുന്നു കൊല്ല മൈ ഗേൾ സാസി സ്വയം കരുതി ഇരുന്നതു മോള എന്റെ വണ്ടർഫുൾ ബ്യൂട്ടിഫുൾ ഗൈസ്. എൻ്റെ മോനെന്താ ഈ സൈഡിൽ പച്ചപ്പ്, അവിടെ ആകാശം, ഇവിടെ റോഡ്, കുറച്ച് മരങ്ങൾ, എന്തോ രസം തന്നെ. പിന്നെ അതിൻ്റെ ഇടയിൽ മലകൾ, പൊളി. മൂന്നാർ ജയ്സി വിമുഖം സുന്ദരം ലബനോനിലെ ബീച്ച് ലൈസി വി ഞാൻ ജയ്സി ആണെങ്കിൽ നീ എന്റെ ക്രൈസി ക്യൂൻ ബി അവസാനം തേനുമില്ല കൂടുമില്ല ഞാൻ അടിക്കുന്നു ഹെയ്സി. നല്ല വളവുണ്ട് കേട്ടോ, അടിപൊളി വളവ്. ഇത് ഇവിടെയൊക്കെ പോകാൻ പ്രത്യേകിച്ച് ഈ തണുപ്പുണ്ട് കേട്ടോ. ഇത് രാവിലെ തന്നെ ആണ് കേട്ടോ, അതുകൊണ്ടാണ് ഭയങ്കര തണുപ്പ്. അടിപൊളി. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് മനസ്സിലാകുന്നില്ല, അടിപൊളി റോഡ് തന്നെ അല്ലേ? നിങ്ങൾ തന്നെ പറയും അടിപൊളി തന്നെയാണ്. അപ്പോൾ അവിടെ മലകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടോ, ഈ വയനാടല്ലാന്നേ ഉള്ളൂ, ആട്ടുംകോട്ടൊക്കെ നല്ല ചൊരവും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് വയനാട്ടിലത്തെ ഫസ്റ്റ് വളവ് നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഒന്നാമത്തെ വളവ് നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. വയനാടിനെ കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ പറയണമെന്നില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇത് ഇവിടെ അടിപൊളി സ്ഥലമാണ്. കേരളത്തിൽ ആരും വരാണ്ടിരിക്കൂല, ഉറപ്പ്. അത്ര ഈ ഫേമസ് ആയ സ്ഥലം തന്നെയാണ് നമ്മളെ വയനാട് ഗൈസ്. അപ്പോൾ വയനാട്ടിൽ വരാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല കേരളത്തിൽ. ജനിച്ച കുഞ്ഞുങ്ങളൊക്കെ മാത്രമല്ലാണ്ട് വേറെ ആരും ഉണ്ടാവില്ല. അപ്പോൾ മിക്ക ആൾക്കാരും ഇവിടെ വന്നൊരു സ്ഥലം തന്നെയാണ്. പിന്നെ അതിനെപ്പറ്റി ഇങ്ങനെ പച്ചപ്പുണ്ട് മറ്റുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അടിപൊളി തന്നെയാണെന്ന്. ഓക്കെ, വരാത്തോടെ ഉറപ്പായിട്ട് വന്നിരിക്കേണ്ട ഒരു അടിപൊളി സ്ഥലം തന്നെ കേട്ടോ. കാലചക്രം നാസി ചങ്കെടുത്തു കൂടെ നിൽക്കും ഞാൻ സ്വഭാവം കണ്ണപ്പൻ സ്വരൂപം ദാസപ്പൻ ഫ്രം KDN കമ്പനി സ്ഥലം തെങ്കാശി ഹൃദയ വികാരങ്ങൾ നിറയൊത്ത പല്ലുകൾ ലൈക്ക് ഡ്രേക്ക് ഫ്രം ഡെഗ്രാസി കട്ടി പഞ്ചസാരയില്ല ചായ മട്ടടിഞ്ഞോ നിന്നെ കറി വേപ്പിലയാ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ബോർഡൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ തുഷാരഗിരിയിലേക്ക് 5 കിലോമീറ്റർ കൂടിയേ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്. ഫ്രം കാലചക്രം നാസി ചങ്കെടുത്തു കൂടെ നിൽക്കും ഞാൻ സ്വഭാവം കണ്ണപ്പൻ സ്വരൂപം ദാസപ്പൻ ഫ്രം KDN കമ്പനി സ്ഥലം തെങ്കാശി ഹൃദയ വികാരങ്ങൾ നിറയൊത്ത പല്ലു. അപ്പോൾ നമ്മൾ തുഷാരഗിരി എത്തി. അതിൻ്റെ മുമ്പ് തന്നെ വലിയ മരങ്ങളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ട് അല്ലട്ടോ. അപ്പോൾ ദൈവം തന്നെ അലങ്കരിച്ചൊരു അടിപൊളി സ്ഥലം തന്നെ കേട്ടോ. അപ്പോൾ അടിപൊളി തന്നെയാണ്. അപ്പോൾ നമ്മൾ എത്താനായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതിലേക്കുള്ള വഴിയാണ് ഗൈസ് ഇത് നിങ്ങൾ കാണുന്നത്. കണ്ടോ ഗൈസ്, ഇവിടുന്ന് തുഷാരഗിരി 5 കിലോമീറ്റർ ആട്ടോ ഉള്ളത്. ഓക്കെ, നമ്മൾ കണ്ടല്ലോ. അപ്പം അവിടുന്ന് 5.2 കിലോമീറ്റർ ആണുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, എല്ലാവരും ഉറപ്പായിട്ടും വന്നിരിക്കേണ്ട സ്ഥലം തന്നെയാണ്. പിന്നെ ഗൈസ് അതിൻ്റെ ഇടയിൽ എന്തോ LDFൻ്റെ UDFൻ്റെ ഒക്കെ കുറച്ച് പോസ്റ്ററൊക്കെ ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവേണ്ടതല്ലോ. അപ്പം ഗൈസ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ അടിപൊളി വാട്ടർ വാൾഫ് ഒക്കെ ഉണ്ട് എന്നാണ് ആൾക്കാർ പറഞ്ഞത് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും പോയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്, എൻ്റെ ജില്ലയിലായിട്ട് പോലും ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ യൂട്യൂബിൽ നിന്നല്ല ഇങ്ങോട്ട് ഞാൻ പോകുമ്പോൾ നിങ്ങളെയും കൂടി കാണിച്ചോട്ടെ, നിങ്ങളൊക്കെ വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം വീഡിയോ എടുക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗൈസ്. അപ്പം മറക്കരുത് ഗൈസ്. അപ്പം എന്തായാലും ഇപ്പം ഞാൻ എൻ്റെ ചാനലിലെ 2ാമത്തെ ട്രാവൽ വ്ളോഗാണ് ഗൈസ്. അപ്പം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്തായാലും രേഖപ്പെടുത്തുക. അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തണം ഗൈസ്. മലയാളിക്ക് എന്താടാ കേട്ടോ, മലയാളി പുലിയാടാ, ചുമ്മാ സട്ടക്കുട്ടന്നുണർന്നാൽ അട്ടപ്പട്ടലം നിന്റെ കഥ കഴിയും പോടാ. മലയാളിക്ക് എന്താടാ കേട്ടോ, മലയാളി പുലിയാടാ, ചുമ്മാ
കുളിക്കുമ്പോൾ അന്തിക്കള്ളും മോന്തി അമ്പലത്തിൽ പോയി കുറി തൊട്ടു വണങ്ങി കുംഭസാരം ചൊല്ലും പൊന്നുമല്ലയാളി നിനക്കു നീ തന്നെയാണ് ഹലോ ഗൈസ് ഫുള്ള് ആട്ടും ഫുള്ള് വളവാട്ടോ. പിന്നെ നല്ല റോഡൊക്കെ ഉണ്ട്, നല്ല സൈഡിലൊക്കെ നല്ല ഡബ്ബർ തോട്ടൊക്കെ ഉണ്ട് കേട്ടോ. പൊളിയനാണ് കേട്ടോ. നിന്നെ കറിവേപ്പിലയാക്കിയോ ഇഷ്ടം കൂടിയോര് നിന്നെ വിട്ടു പിരിഞ്ഞെന്നോ നിന്നെ കറിവേപ്പിലയാക്കിയോ കട്ടി പഞ്ചസാരയില്ല ചായ മട്ടടിഞ്ഞോ നിന്നെ കറിവേപ്പിലയാക്കിയോ ഇഷ്ടം കൂടിയോര് നിന്നെ വിട്ടു പിരിഞ്ഞെന്നോ നിന്നെ കറിവേപ്പിലയാക്കിയോ പ്രേമ നഷ്ടഗാനം മാത്രമല്ല സ്നേഹിച്ചിട്ടും വിട്ടകന്നു ദൂരെ പോകും കൂട്ടുകാർക്കുള്ള സമർപ്പണം. ചില ഫ്രണ്ട്സ് ലൈക്ക് ആർജെ മാത്തു കുട്ടി രാജ് കലേഷ് ഒച്ചയെടുത്തുകൊണ്ടിരിക്കും അവർക്ക് വേണ്ടത് ഉടൻ പണം എന്നും പ്രാർത്ഥന കാലിൽ ചരടോ നീ അമ്പല വാസി അമ്പള്ളി പോലെ നിനക്ക് ഭംഗി ഗിനിക്കോ എന്നും അമ്മ വാസി സാരി ചുറ്റിയ ഇർക്കിലി രൂപം പാട്ടി ലജ്ജാവതി ജാസി നമ്മുടെ ബന്ധം സിനിമ എങ്കിൽ കിട്ടും അവാർഡ് റാസി എന്നും എന്തൊരു രസം തന്നെയല്ലേ, വേറെ ലെവലില്ലേ, അടിപൊളിയല്ലേ. അവിടെ നല്ല മല, ഇവിടെ നല്ല പുല്ലും പച്ചപ്പൊക്കെ അടിപൊളിയിലാണ്. പിന്നെ അവിടെ നല്ല അടിപൊളി തെങ്ങ്. പിന്നെ JCB നിനക്കെന്താണ് പണി? വാട്ട്സ് നല്ല യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി റോഡും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ 5 കിലോമീറ്റർ ആയില്ല കേട്ടോ, ഇനിയുണ്ട് കുറച്ചുകൂടി ഉണ്ട്. അപ്പം എല്ലാം നമുക്ക് സെറ്റ് ആക്കണം ഗൈസ്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സൂപ്പർ വേറെ ലെവലേഴ്സ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇപ്പോൾ ഉള്ളത് നമ്മൾ വട്ടച്ചിറ എന്ന സ്ഥലമാണ്. ഇപ്പോൾ എവിടെ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ജില്ല ആണെങ്കിലും ഇപ്പോൾ ഞാൻ കോഴിക്കോട് ജില്ലയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വട്ടച്ചിറ എവിടെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ, ഏത് സ്ഥലം തന്നെയാണെന്ന് അറിയില്ല. നമ്മൾ തുഷാരഗിരി എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രധാനപ്പെട്ട നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾ ആ ബോർഡ് കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ തുഷാരഗിരിയാണ് എത്തിയത് കേട്ടോ. ഓക്കെ, റെഡി സെറ്റ്. ഇതാ ഇവിടെ ഒരു ബോർഡ് ഉണ്ട്, എന്താ നോക്കട്ടെ. തുഷാരഗിരി പാലം ഗൈസ്, ഇതാണ് ഗൈസ് തുഷാരഗിരി. ഇവിടെ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗൈസ്. ഓക്കെ ഗൈസ്, ഇവിടെ അടിപൊളി നമ്മുടെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇഷ്ടമാതിരി ഉണ്ട്. പിന്നെ ഇവിടെ കുറച്ച് കല്ലുകളൊക്കെ ഉണ്ട്, ഒരു തോടാണ്. ഇപ്പം വെള്ളമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. ഇപ്പം ഇവിടെ ചൂടല്ലേ, വെയിലല്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ പാലത്തിൻ്റെ മറ്റേ ഭാഗം കാണിച്ചു തന്നാൽ നിങ്ങൾ ഇതിലേക്ക് ചാടി ഒന്നും പറ്റിയൊന്നുമില്ല, കുറച്ച് ജീവൻ പോവുകയുള്ളൂ കേട്ടോ. ഓക്കെ, വെറുതെ പറഞ്ഞാൽ നമുക്ക് മറ്റേ സ്ഥലം നോക്കാം. ഓക്കെ, പൊളിയനാണ് കേട്ടോ, അടിപൊളി, വേറെ ലെവല്, സൂപ്പർ. അത് അടിപൊളി തന്നെയാണ്. നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയത് തൊടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ പാലത്തമ്മ കയറിയിട്ടുള്ളൂ. അപ്പം നമ്മൾ ഈ വീണ്ടും യാത്ര ചെയ്യാണ്. അപ്പോൾ നമ്മൾ വണ്ടിമ്മ കയറി ഗൈസ്, നമ്മൾ യാത്ര ചെയ്യുക ഗൈസ്, ലെറ്റ്സ് ഗോ ഗൈസ്. ഗൈസ് അവിടെ ഒരു ബോർഡുണ്ട്, എന്താണെന്ന് നമുക്ക് നോക്കട്ടോ. ഓ പൊളി. അപ്പോൾ ഇവിടെ നമ്മളെ തുഷാരഗിരി വെള്ളച്ചാട്ടം ഈ സൈഡിൽ കാണുക. അവിടേക്ക് പോകാം ഗൈസ്. ഓക്കെ, അവിടേക്കാണ് രണ്ടാമതായി പോകുന്നത് ഗൈസ്. അടിപൊളി തന്നെയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ആളുകളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ കൊറോണ ആയിട്ടാണ്, നല്ല ഇഷ്ടമാതിരി ആൾക്കാരുണ്ടാവും. നമ്മളെ അവിടേക്ക് എടുക്കാൻ പോവാണ് ഗൈസ്. ഓക്കെ, സൂപ്പർ. അപ്പോൾ അവിടേക്ക് എടുക്കുന്ന കുറച്ച് ടിക്കറ്റൊക്കെ എടുക്കണം, നിങ്ങൾ കാണിച്ചത് ഗൈസ്. അപ്പോൾ ഗൈസ് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ കുട്ടികളെ നിന്നായിട്ട് ഇവിടേക്ക് വരരുത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ 5 വയസ്സിന് താഴത്തുള്ളവരും അവരൊന്നും ആരും ഉറപ്പായിട്ട് വരരുത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ കുട്ടികളൊക്കെ ഗേറ്റിന് പുറത്ത് നിൽക്കേണ്ടി വരും. അപ്പോൾ കുട്ടികളെയൊന്നും ഇവിടെ കയറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഈ കൊറോണ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ അവിടെ നിർത്തി. അപ്പോൾ നമ്മുടെ വെള്ളച്ചാട്ടം വാട്ടർ വാൾഫിലേക്ക് പോവുകയാണ് ഗൈസ്. അടിപൊളിയാണെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. നമുക്കൊന്ന് പോയി നോക്കാം ഗൈസ്, ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ നമ്മൾ വാട്ടർ വാൾഫിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മുടെ ഐസ്ക്രീമിൻ്റെ പീടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ രാവിലെ തന്നെ അങ്ങോട്ട് ഇപ്പം ഐസ്ക്രീമൊക്കെ തിന്നാൽ വേദനാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഗൈസ് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുന്നിടത്തുനിന്ന് ഗൈസ്, ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ നമ്മൾ വാട്ടർ വാൾഫ് കാണാൻ പോവുകയാണ് ഗൈസ്. ഇപ്പം ഇവിടെ കുട്ടികളെ തൊപ്പിയൊക്കെ ഉള്ള കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, സൂപ്പർ തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗൈസ്. അപ്പോൾ നമ്മളിങ്ങനെ നേരെ വീഡിയോ പോവുകയാണ് ഗൈസ്. അപ്പം അതിൻ്റെ ഇടയിൽ പനിയൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ശരീരത്തിൻ്റെ ചൂടൊക്കെ ടെസ്റ്റ് ചെയ്യുകയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മളിതാ ഇപ്പം ഏതാനും നിമിഷത്തിനുള്ളിൽ അവിടെ എത്തുന്നതായിരിക്കും ഗൈസ്. അപ്പം ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം എന്ന് തോന്നുന്നുണ്ട്. അപ്പം ചേച്ചി എന്താ പറയുന്നത് ഓർമ്മയില്ല. അപ്പം അവിടേക്കൊന്ന് പോയി നോക്കുക ഗൈസ്. ചിലപ്പം എന്തായാലും പറയപ്പോൾ ടിക്കറ്റ് എടുക്കണം എന്നായിരിക്കും ഗൈസ്. നമുക്ക് പോവാം. ടിക്കറ്റ്, യെസ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ടിക്കറ്റ് എടുക്കണം എന്നാണ് അവർ പറഞ്ഞത്. ഓക്കെ, അപ്പം ഇവിടെ സാനിറ്റൈസറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ പ്രധാനപ്പെട്ട നമ്മളെ സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ക്യാമറ കളിക്കുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഗൈസ് വാട്ടർ വാൾഫിനൊക്കെ മുമ്പ് നമ്മളെ കുരങ്ങന് ഗൈസ്.
വേറെ ലെവൽ കൊരുങ്ങനെ. ഓക്കെ കൊരുങ്ങാറ്റ ഡബ്ബ ബായ്. കൊരുങ്ങൻ നോക്കുന്നോടില്ല. നമുക്ക് പോട്ടോ. ഓക്കെ രണ്ടാമത്തെ കൊരുങ്ങനെ എണ്ണിക്കോളി മക്കളെ. രണ്ടാമത്തെ കൊരുങ്ങനെ നമുക്ക് യാത്ര ചെയ്യാം. ലെറ്റ്സ് ഗോ ഗൈസ്. ടാറ്റാ മങ്കി ബൈ. നല്ല അടിപൊളി പാല. അപ്പോൾ അവിടെ നല്ല വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി ആണ് കേട്ടോ. ഓക്കെ നല്ല മരത്തോണ്ടുണ്ടാക്കി അടിപൊളി സംഭവമാണ്. സ്ഥലം എത്താൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ ഞാൻ എത്തിയിട്ട് കാണിച്ചു തരാം. വേറെ ലെവൽ സ്ഥലമാണെന്ന് ആൾക്കാർ പറയുന്നത്. അതിൻ്റെ ഇടയിൽ നല്ല അടിപൊളി പച്ചപ്പൊക്കെ നിങ്ങൾ കണ്ടോളി. ഓക്കെ നമുക്ക് നേരെ ഇങ്ങനെ വിട്ടാലാണ്ടി. അത് നമ്മുടെ സ്ഥലത്താനായിട്ടുണ്ട്. അതിൻ്റെ മുമ്പിൽ അടിപൊളി നല്ല അടിപൊളി കസാലകളൊക്കെ ഉണ്ട്. അടിപൊളി തന്നെയാണ് കേട്ടോ. സൂപ്പറാണേ. ഓക്കെ അവിടെ നല്ല ബോർഡൊക്കെ ഉണ്ട്. ഇവിടെ എന്തൊക്കെ ഉള്ളത്? ചെന്നായ, ആന, കേമാൻ, കാട്ടുപോത്ത്, മലയണ്ണാൻ, മുള്ളൻ പന്നി, മ്ലാവ് എന്തോ കണ്ടിട്ടോ. ഇതൊക്കെ ഇവിടെ ഉള്ളതാണ് കേട്ടോ. ഓക്കെ ഇത് നിങ്ങൾ കാണിച്ചു തരാനാകുമോ നോക്കട്ടെ. ചിലപ്പോൾ കാണിക്കാൻ പറ്റും. ഈ സമയത്തായത് കൊണ്ട് അവിടേക്കൊന്നും ആദ്യം വിടുന്നുണ്ടാവില്ല. ഓക്കെ ഇത് അടിപൊളി പാലാണ് കേട്ടോ. ഓക്കെ ഇതിലൂടെ ഇങ്ങനെ അങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ ലാല പാട്ടൊക്കെ പാടി ഇങ്ങനെ നടന്നു പോകാൻ പറ്റിയ അടിപൊളി സ്ഥലം തന്നെ കേട്ടോ. ഓക്കെ ഏതാനും നിമിഷത്തിനുള്ളിൽ നമ്മൾ അവിടെ എത്തുന്നതായിരിക്കും. ഓക്കെ അപ്പം നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എളുകുന്നുണ്ട് കേട്ടോ നമ്മളെ പാലം. നല്ല ആട്ടിപ്പാലാട്ടോ. ഓക്കെ വെറുതെ പറഞ്ഞാണ് സംഭവം സെറ്റാണ്. ഇപ്പോൾ ഇവിടെ എന്തോ കല്ലും മുള്ളും എന്തോ കണ്ടല്ലോ. ഇതൊക്കെ മറികടന്ന് കണ്ടിട്ട് നമ്മളെ ഇവിടേക്ക് എത്തണം ഗൈസ്. ഒരുമാതിരി മറ്റേടത്ത് റോഡായി പോയല്ലോ. അല്ലോ ഗൈസ് നമ്മൾ സംഭവം കാണിച്ചു തരാൻ പോവുകയാണ് ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്. ഓക്കെ അപ്പോൾ നമ്മൾ ഇപ്പോൾ എത്തിട്ടോ. അവിടെ നിന്ന് വെള്ളമൊക്കെ ചാടുന്നുണ്ട്. പൊളിയനാണ് കേട്ടോ ഗൈസ്. നമ്മൾ 10 വരെ എല്ലുന്നതിനുള്ളിൽ നമ്മൾ അവിടെ എത്തുന്നതായിരിക്കും കേട്ടോ. 1 ടിക്ക് ടിക്ക് 2 ടിക്ക് ടിക്ക് 3 ടിക്ക് ടിക്ക് 4 ടിക്ക് ടിക്ക് 5 ടിക്ക് ടിക്ക്. ഓ പൊളി പൊളി പൊളി. എൻ്റെ മോനൊന്നും പറയാനില്ല. ഇത് എവിടുന്ന മേത്തുനിന്നാണല്ലോ വരുന്നത്. ഓക്കെ സൂപ്പർ ആണ് കേട്ടോ. അടിപൊളി. ഓ പൊളി പൊളി. അപ്പം അവിടെ നിന്ന് ഒരു സ്റ്റെപ്പ് ഉണ്ട് ഗൈസ്. ആ സ്റ്റെപ്പ് കൂടി ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ കാണിച്ചു തരാം ഗൈസ്. റെഡി 1 2 3 സ്റ്റാർട്ട് ഗൈസ്. അടിപൊളി. ഓ പൊളി 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 പൊളി. അവിടെ നിന്ന് ആൾക്കാർ കുത്തിരിക്കുന്നുണ്ട്. ഇവിടുന്ന് അടിപൊളി ഫോട്ടോ എടുക്കാൻ നിങ്ങൾ DSLR ക്യാമറ കയ്യിൽ കേട്ടോ. അടിപൊളി തന്നെയാണ്. ഓക്കെ അവിടുന്ന് മേത്തൊന്ന് വന്നിട്ട് തങ്ങത്തിട്ടോളൂ. എന്ത് രസം തന്നെ. അവിടെ നിന്നൊക്കെ ഒരു ചാട്ടിൻ്റെ അടി എന്തൊന്നും ഉണ്ടാവൂലേ. അടിപൊളി തന്നെയാണ് കേട്ടോ. അതിൻ്റെ മുഖത്തെ കയറി കുത്തിരിക്കാൻ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായും അടുക്കൂലായി. ഗൈസ് ഒന്നും പറയാനില്ല. വേറെ ലെവൽ ഗൈസ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊക്കെ ഒന്ന് വന്നിരിക്കേണ്ട. നമ്മളെ കോഴിക്കോട് ഈ സ്ഥലത്ത് നിങ്ങൾ ഉറപ്പായിട്ട് വന്നിരിക്കണം കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ ഇനിയും സ്ഥലം കണ്ടിട്ടോ. അതൊക്കെ നിങ്ങൾ കാണിച്ചത് ഗൈസ്. വേറെ ലെവൽ ഗൈസ്. ഉപ്പനും മെല്ലെ സോപ്പിട്ട് കൊണ്ടുപോകാണ്ടോ. ഓക്കെ അപ്പോൾ നമ്മുടെ പാറയും ഇവിടെ ഉള്ള വെള്ളച്ചാട്ടം നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് നീങ്ങാം. അപ്പോൾ ഇവിടെ കുറച്ച് നേരമായി. നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് ലെറ്റ്സ് ഗോ ഗൈസ്. ഇവിടെ നല്ല പാറക്കട്ടകളൊക്കെ ഉണ്ട് കേട്ടോ. സൂപ്പർ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് വന്നിരിക്കണം. അപ്പോൾ ഈ വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾ വന്നിരിക്കണം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാസ്ക് ഇടാത്ത എന്താണെന്ന് നിങ്ങൾ നോക്കണ്ട. അപ്പം ഞാൻ ഇപ്പോൾ ഇവിടെ എല്ലാ ആൾക്കാരും ഇല്ല. പോയിക്കൊണ്ടിരിക്കണം ഗൈസ്. നമ്മൾ എന്തൊരു സ്റ്റെപ്പ് ഇറങ്ങി വെച്ചാൽ നമ്മൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങിയാൽ വേറെ ലെവൽ സ്ഥലത്തേക്ക് പോകുമ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ നിങ്ങളെല്ലാം കണ്ട് കുത്തിരുന്നോട്ടോ ഗൈസ്. ഈ സ്റ്റെപ്പ് കയറിയാണ് നമ്മൾ പോകാൻ പോകുന്നത് ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്. ആൾക്കാർ പറഞ്ഞ എന്ത് ഇഷ്ടംമാതിരി സ്റ്റെപ്പ് ഉണ്ട് എന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാട്ടോ ഇതെന്തെന്നാണ് നോക്കാം. ഓക്കെ അടിപൊളിയാണെന്ന് തോന്നുന്നു. പക്ഷേ ഒരുമാതിരി മറ്റേടത്തെ സ്റ്റെപ്പൊക്കെ ആണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം ഗൈസ്. എൻ്റെ പഠിച്ചോനെ അവിടെ എത്തണോ? ഇതെന്തോ ഇത് നല്ല കയറ്റാട്ടോ. കുഴങ്ങിപ്പോയി. അല്ലോ അല്ലോ നല്ല കയറ്റുണ്ട് കേട്ടോ. ഓക്കെ ഇഷ്ടംമാതിരി സ്റ്റെപ്പും ഉണ്ട്. നമുക്ക് എല്ലാം കയറി കണ്ടിട്ട് കഴിയണം. നമുക്ക് ഓട ഗൈസ്. അല്ലോ 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 ഗൈസ്. അത്ര സ്റ്റെപ്പ് നമ്മൾ കയറിയാൽ നന്നപ്പോഴേക്ക് നമ്മൾ കുഴങ്ങിപ്പോയിട്ടോ. അപ്പോൾ പിന്നെ ഇതെത്ര കയറേണ്ടി വരും ഗൈസ്. ഒരുമാതിരി മറ്റേടത്ത സ്റ്റെപ്പായി പോയി. എന്തോരം സ്റ്റെപ്പാണെന്നറിയുമോ. അതോ കുഴങ്ങിപ്പോയി ഗൈസ്. പറയുന്നു നമ്മൾ വിചാരിച്ചപ്പോഴൊന്നല്ല കേട്ടോ ഗൈസ്. അല്ലോ നമ്മൾ വിചാരിച്ചപ്പോഴല്ല ഗൈസ്. ഇഷ്ടംമാതിരി സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ ഗൈസ്. അല്ലോ ഗൈസ് നമ്മൾ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അല്ലോ കുഴങ്ങിപ്പോയി ഗൈസ്. അല്ലോ ഇഷ്ടംമാതിരി നിങ്ങളൊന്ന് കയറി നോക്കി ഗൈസ്. അപ്പോൾ തടി ഉള്ളവരൊക്കെ ഒന്ന് കയറി ഞങ്ങൾ 2 ദിവസത്താണ് തടിയൊക്കെ മെല്ലിന് ഒട്ടിയായി പോട്ടോ.
അപ്പം തടിയുള്ളവരൊക്കെ ഒന്ന് വന്ന് കയറി നോക്കി മക്കളെ, എന്തോരം ഇത് കയറാണ്ടറിയോ. അപ്പോൾ ഗൈസ് ഇത് നടന്നിട്ടൊന്നും തീരുന്നില്ല ഗൈസ്, ഓടിക്കോളി, ലെറ്റ്സ് ഗോ ഗൈസ്, ഓട മച്ചാനെ, ഓടിക്കോ. നമ്മൾ വിചാരിച്ച പോലെ നല്ല കയറാനുണ്ട്. ഇത് കല്ലും എന്തോരം കല്ലറിയോ. കയറി അതോ ഓടിക്കോ. എന്നാ കുഴങ്ങിപ്പോയി. അതോ എന്തോ ഒരുമാതിരി സ്ഥലമാണ്. അല്ലോ വലിയ പാറേ. ഓക്കെ അല്ലോ നല്ല സ്ഥലമുണ്ടോ. അല്ലോ കയറി കുഴങ്ങി. ഇനി എത്ര കയറാണ്ട് അറിയില്ല. അതോ ഇവിടുന്നൊക്കെ കാലിനി പോയി അവിടെ കുപ്പയൊക്കെ എടുക്കും. അല്ലോ എത്തുന്നില്ല. ഗൈസ് കുഴങ്ങിപ്പോയത് ഇനി അവിടേക്ക് 1 കിലോമീറ്റർ ഉണ്ട് ഗൈസ്. എന്തോ ദൂരം ഉണ്ട് അറിയോ. ഇനി അടുത്തൊന്നുമില്ല. ഹലോ ഇതിലൂടെ ഞങ്ങൾ എന്തായാലും വന്നോക്കണം. പോലീസ് സ്ഥലമാണ്. ഓടിക്കോളി മക്കളെ. ഇതാട് കയറണമില്ല എന്തോ പൊന്നോ. കോഴിക്കോടുള്ള ബെസ്റ്റ് ഫോറസ്റ്റ് ആണ്. അല്ല പക്ഷെ ഇവിടെ അങ്ങനെ മൃഗങ്ങളൊന്നും കാണാനില്ല. പക്ഷേ കയറാനൊന്നുമില്ല. ഇവിടെ പാറമേൽ ഇങ്ങനെ കുത്തിരിക്കാം. ഇവിടെ എത്തൂല. അവിടെ ഒന്ന് എത്തിരി കാണാം. കൊണ്ടാകും ഇങ്ങനെ 2 കിലോമീറ്റർ കയറ്റം കയറി കതച്ചിട്ടില്ല. അല്ലോ വള്ളിയൊക്കെ ഈ സമയത്താണ് സഹായകരമാകുക. എന്തോ ഈ കുപ്പയിൽ കടു പോവും ഇവിടുന്ന്. സെറ്റാക്ക് പവറാട്ടെ. ടൈം സെറ്റാക്കാൻ പവർ വരണം. മല്ലു ട്രാവലറൊക്കെ എന്തായാലും ഇവിടെ വന്ന് നോക്കണം. എല്ലാ സ്ഥലത്തും ട്രാവൽ ചെയ്യുന്നില്ലേ. ഈ സ്ഥലത്ത് വന്നിട്ട് അതിൻ്റെ അനുഭവമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും. ഷക്കീർ ബായ് നിങ്ങളോടാണ്. നിങ്ങൾ മല്ലു ട്രാവലർ ഈ വീഡിയോ കാണുന്നുണ്ട്, ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ഈ സ്ഥലത്ത് വന്ന് നോക്കണം. തുഷാരഗിരി നിങ്ങൾ വന്ന് നോക്കേണ്ട സ്ഥലം തന്നെ. ഉറപ്പായിട്ടും വന്ന് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ നിങ്ങൾ മറക്കാതെ അറിയിക്കണം കഴിച്ചു. അതൊക്കെ വേർത്തൊല്ലി കയറാനും തോന്നില്ലല്ലോ. ഇവിടെ ഫുള്ള് പാറാട്ട്. ഓക്കെ വീട്ടാൾ ഇങ്ങനെ കയറി എത്ര ദൂരത്താണ് ഇനി 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഉണ്ടാവും. അപ്പോൾ ഇത് ഉപകാരത്തിലേക്കായാൽ ഇവിടെ എന്തേലും അറിയില്ല. അപ്പം എന്നാലും പോയി നോക്കാണ്. എന്തെങ്കിലും പ്രത്യേകത വേണ്ടിയിരുന്നു. അപ്പോൾ നമ്മൾ 2 കിലോമീറ്റർ നടന്ന് കണ്ട് നമ്മളെ സ്ഥലം എത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ നമ്മൾ സ്ഥലം കാണിച്ചു തരാം. റെഡി 1 2 3 സ്റ്റാർട്ട് ഗൈസ്. പൊളി വേറെ ലെവൽ. ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ കുറച്ച് മരത്തിൻ്റെ ഇതൊക്കെ വള്ളിയും കുള്ളിയൊക്കെ. ഒക്കെ ഇതിലൊന്നും ഇത്ര കഷ്ടപ്പെട്ട് അവിടെ എത്തി. ഇവിടെ ഒരു നല്ലൊരു വെള്ളച്ചാലുണ്ട്. അപ്പോൾ അതിലൂടെ ഇങ്ങനെ മറികടക്കണം. ഓക്കെ റെഡി. നമ്മളെത്തിയിരിക്കുകയാണ് ഗൈസ്. അടിപൊളിയാണ് കേട്ടോ. പറയുമ്പോൾ നല്ല വേറെ ലെവലാണ് കേട്ടോ. ഓക്കെ അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോയിൽ കാണുന്ന ഇരട്ടി രസം എന്തായാലും നമ്മൾ നേരിട്ട് വന്നാൽ ഫീൽ ചെയ്യും. ഓക്കെ നിങ്ങൾ ഉറപ്പായിട്ട് വന്നിരിക്കുക. ഓക്കെ നല്ല അടിപൊളി സ്ഥലം തന്നെ കേട്ടോ. വേറെ ലെവൽ ഗൈസ്. അപ്പോൾ അവിടെ അടിപൊളി വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ അടിപൊളി വേറെ ലെവൽ ഗൈസ്. പറഞ്ഞപ്പോൾ തന്നെ അടിപൊളി തന്നെയാണ് കേട്ടോ. ഓക്കെ വേറെ ലെവൽ തന്നെയാണ്. ഓക്കെ അടിപൊളി. അവിടെയൊക്കെ നോക്കി വേറെ ലെവൽ ഗൈസ്. നമ്മൾ കുറേ മിനിറ്റിന് ശേഷം നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം 20 മിനിറ്റെങ്കിലും നമ്മളിങ്ങനെ
കയറി കയറി വന്നിട്ടുണ്ടാവും. അടിപൊളി പൊളി പൊളി. ഗൈസ് നോക്കിക്കുക, ഒരു ചാല് മോഡൽ അടിപൊളിയാണ്. അവിടെ നമ്മളെ അവിടെ നിന്നൊക്കെ നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ ആൾക്കാർ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ ഫോറസ്റ്റിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെ ഒന്ന് മാത്രമൊന്നുമല്ല, 1 2 3 വെള്ളച്ചാട്ടം വരെയുണ്ട്. പക്ഷേ ഇനി അതിൻ്റെ മേലോട്ട് പോകണം. അതിന് ഇഷ്ടംമാതിരി കയറാനുണ്ടാവും. ഇപ്പം തന്നെ പോയി. അടിപൊളി തന്നെയാണ് കേട്ടോ. ഓക്കെ, അവിടെ നല്ല പാറകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, സൂപ്പർ തന്നെയാണ്. എല്ലാവരും വന്ന് നോക്കണേ ഗൈസ്. അടിപൊളി. ഓക്കെ ഗൈസ്, സംഭവമൊക്കെ സൂപ്പർ തന്നെയാണ്, അടിപൊളി തന്നെയാണ് കേട്ടോ. ഓക്കെ, അടിപൊളി, വേറെ ലെവൽ ഗൈസ്. അപ്പോൾ നല്ല സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഫോട്ടോ എടുക്കുന്നതിലൊക്കെ ഉറപ്പായിട്ട് ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് 2 പിക്കൊക്കെ എടുത്ത് പോവാം. ഓക്കെ, നമ്മളിവിടുന്ന് പോവാണ് കേട്ടോ. അപ്പം ഇതായി ഗൈസ്, അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവരൊക്കെ കൊയങ്ങിട്ട് വടിയും കുത്തിയാണ് നടക്കുന്നത്. പറയുമ്പോൾ തന്നെ നല്ല കുഴക്കുന്നുണ്ട് കേട്ടോ. ഇവരൊക്കെ വടിയും കുത്തി കണ്ട് കയറുന്നത്. എന്തോരം സ്റ്റെപ്പ് ഉണ്ടെന്നാണ് നിങ്ങൾ വിചാരിക്കും പോലെ നല്ലുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആടൊക്കെ ഇങ്ങനെ ചാടിക്കൊടുത്താൽ എന്നാലും നല്ല കഷ്ടപ്പാടുണ്ട് കേട്ടോ. ഇറങ്ങാനും കയറാനൊക്കെ 2 ദിവസം തടിയുള്ളവരൊക്കെ ഒന്ന് 2 ദിവസം ഇവിടെ എന്തായാലും കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ തടി ഉള്ളവരൊക്കെ എന്തായാലും ഹസ്ബൻഡിനോട് പറയുക. അപ്പം എന്നിട്ട് നിങ്ങൾ ഇവിടെ വരിക. എന്നിട്ട് 2 ദിവസം ആട്ടുംകോട്ട്, ഒരു ദിവസം 2 പ്രാവശ്യം ആട്ടുംകോട്ട് കയറുക. അങ്ങനെ ഒരു 10 ദിവസം ചെയ്താൽ നിങ്ങളുടെ തടിയൊക്കെ ഒന്ന് കുറയും. ഓക്കെ, അത് 100% സത്യമാണ് ഗൈസ്. എത്ര സ്റ്റെപ്പ് ഉണ്ടെന്ന് അറിയോ? 2 കിലോമീറ്റർ, അതും കയറ്റോ. നേരെ നടക്കാണ് പിന്നെയും പ്രശ്നമില്ല, ഇത് കയറ്റാണ് ഗൈസ്. ഓക്കെ, നല്ല ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഇറങ്ങാൻ അത്രയൊന്നും ഇല്ലെങ്കിലും എന്നാലും നല്ലതുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇറങ്ങി നമ്മൾ അവസാനമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കോണീൻ്റെ അടുത്തെത്തിണ്ട്. ഇപ്പം കുഴഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. പറയാനായിട്ടാകുന്നില്ല. അപ്പോൾ പറയണ്ടതൊന്നും, ഇതൊക്കെ ഒരു കഥയാണ് ഗൈസ്, കഥ. അത് നമ്മൾ ഇറങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം എന്തായാലും ഒരു 100 സ്റ്റെപ്പെങ്കിലും കയറാനുണ്ടാവും. 1.5 കിലോമീറ്റർ ആട്ടേക്കുണ്ട്. നല്ല അടിപൊളിയാണ് കേട്ടോ. പൊളി. എന്നാലും നടന്നില്ല ഗൈസ്. നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അതൊക്കെ വലിയൊരു അടിപൊളി മരം ഗൈസ്. നോക്കി, പൊളി വേറെ ലെവൽ ഗൈസ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറാൻ നല്ല സുഖം കേട്ടോ. പൊളി നോക്കി, അടിപൊളി വേറെ ലെവൽ ഗൈസ്. ഒന്നും പറയാനില്ല, സൂപ്പർ. നോക്കിക്കേ, അടിപൊളി വേറെ ലെവൽ ഗൈസ്. ഇത് നമ്മൾ മരത്തിൻ്റെ ഉള്ളിലാട്ടോ ഇപ്പോൾ ഉള്ളത്. പൊളി മൈ ഗോഡ് ഗൈസ്, വേറെ ലെവൽ ഗൈസ്. ഓക്കെ, അടിപൊളി, ഒന്നും പറയാനില്ല. അപ്പോൾ കഥയ്ക്ക് ഇരുന്നിട്ടാണ് മാം എല്ലാം പറയുന്നത്. അപ്പോൾ ഉഷാറുണ്ടാവില്ല, എനിക്കറിയാം. അപ്പോൾ ഗൈസ്, നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞിട്ടോ. അടിപൊളി തന്നെ അല്ലേ? അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗൈസ്. അപ്പോൾ നമ്മൾ ഈ സ്ഥലമൊക്കെ നിങ്ങളൊന്ന് വന്ന് കണ്ടിട്ട് വിസിറ്റ് ചെയ്യുക. അടിപൊളി തന്നെ കേട്ടോ. അപ്പോൾ ഇവിടെ അടിപൊളി പാലം നമ്മൾ പോകാണ്ടോ. അപ്പോൾ നമ്മൾ ആദ്യം വന്ന പാലം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നല്ല അടിപൊളി വിഷ്വലൊക്കെ തന്നെ ആണ് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ വന്നിരിക്കുക. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അപ്പോൾ നിങ്ങൾ എന്തായാലും കുട്ടികളെ കൊണ്ടുവരരുത്. അപ്പോൾ ഈ സമയം കൊണ്ട് ഇപ്പോൾ കുട്ടികളെ ഇവിടെ കയറ്റുന്നില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, സൂപ്പർ, വേറെ ലെവലാണ് ഗൈസ്. നിങ്ങളെല്ലാവരും വന്നിരിക്കണം. ഓക്കെ, അടിപൊളിയാണ്. അവിടെ വലിയ പാലം എല്ലാം സെറ്റാണ് ഗൈസ്. ഇവിടെ ഒരു അടിപൊളി കസാല ഗൈസ്. അടിപൊളി നമ്മൾ തിരിച്ചു പോകാം കേട്ടോ. ഓക്കെ, അടിപൊളി വേറെ ലെവൽ ഗൈസ്. തുഷാരഗിരി വണ്ടർഫുൾ വാട്ടർ വാൾസ് ഗൈസ്. അടിപൊളി ഗൈസ്, വേറെ ലെവൽ ഗൈസ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് വന്നിരിക്കുക. അപ്പോൾ ഇതിൻ്റെ സ്ഥലമൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോൻ്റെ അവസാനം നിങ്ങൾ പറഞ്ഞതിൻ്റെ ഈ സ്ഥലം. ഓക്കെ, ഉറപ്പായിട്ട് നിങ്ങൾ വന്നിരിക്കുക. അപ്പോൾ എന്തൊരു തണുപ്പെന്നറിയോ, അടിപൊളി ഗൈസ്. അടിപൊളി വേറെ ലെവൽ ഗൈസ്. പൊളി ഗൈസ്, നല്ല തണുപ്പുണ്ട് കേട്ടോ. അടിപൊളി, നല്ല എവിടുന്ന് വരുന്നതെന്ന് അറിയില്ല. കാറിൻ്റെ മുകളിലാണ് കേട്ടോ. കാറിൻ്റെ മുകളിൽ എവിടുന്ന് വരുന്ന അറിയില്ല കേട്ടോ. ഓക്കെ, അടിപൊളി സൂപ്പർ ഗൈസ്. അപ്പോൾ നമ്മൾ പോരാൻ നേരത്ത് ജസ്റ്റ് സാനിറ്റൈസ് ചെയ്യാനുണ്ടോ. ഓക്കെ ഗൈസ്, ഏകദേശം പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിരുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇനി നടന്ന് ഇങ്ങനെ പോവുക. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഐസ്ക്രീം വാങ്ങാൻ കയറി കേട്ടോ. ഓക്കെ, അവിടെ പ്രത്യേകിച്ച് വേറൊന്നുമില്ല എന്നാണ് അവർ പറഞ്ഞത്. ഐസ്ക്രീം മേള ഗൈസ്, അടിപൊളി, നല്ല പേരാട്ടോ. ഞാൻ കടയുടെ പേരാട്ടോ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഐസ്ക്രീം വാങ്ങാൻ കേട്ടോ. ഓക്കെ,
ഐസ്ക്രീം ഇങ്ങ് പോരട്ടെ ഐസ്ക്രീം പി പോരട്ടെ ഐസ്ക്രീം എന്നിട്ട് എടുത്തൂടിയേ. നമ്മൾ ഇവിടുന്ന് വിട പറയാണ് ഗൈസ്. ഐസ്ക്രീം ഒക്കെ തന്ന സെറ്റാണ് ഗൈസ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാണ് നമ്മൾ ആദ്യം വന്ന ആ പാലട്ടോ. അപ്പോൾ നമ്മളെ തുഷാരഗിരി തുടക്കത്തിലുള്ള ആ പാലാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ അതിലൂടെ നമ്മൾ തിരിച്ചു പോവാണ് ഗൈസ്. ഓക്കെ, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ